സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 10.1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കാണാനുള്ള ഫോർമുലയും കൂടി പരിചയപ്പെടുന്നുണ്ട്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ജോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിത്രങ്ങളടക്കം നിങ്ങൾ നോട്ടിലേക്ക് പകർത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് നമ്മളിന്ന് ഡിറൈവ് ചെയ്യുന്നത്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ L1 ആൻഡ് L2 തന്നിട്ടുണ്ട്. L1ൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൽഫ 1ഉം L2ൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൽഫ 2ഉം ആണ്. ഇനി ഒന്നാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് M1ഉം രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് M2 ആണെങ്കിൽ M1 ഈക്വൽ ടു ടാൻ ആൽഫ 1 എഴുതാം. അതുപോലെ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് M2 ഈക്വൽ ടു ടാൻ ആൽഫ 2. സ്ലോപ്പുകൾ രണ്ടും നമുക്ക് ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. നമുക്ക് കാണേണ്ടത് ഈ രണ്ട് ലൈനിനിടയിലുള്ള ആംഗിളാണ്. അപ്പോൾ എക്യൂട്ട് ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തീറ്റ ആയിരിക്കും എക്യൂട്ട് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിളാണ് വേണ്ടതെങ്കിൽ അത് ഫൈ ആയിരിക്കും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ തീറ്റയ്ക്ക് വേണ്ടുന്ന ഒരു ഫോർമുലയാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ പുറത്തുള്ള ഒരു ആംഗിളാണ് ആൽഫ 2, അതായത് എക്സ്റ്റീരിയർ ആംഗിളാണ് ആൽഫ 2. ഇൻറ്റീരിയർ ആംഗിളാണ് ആൽഫ 1ഉം തീറ്റയും. അപ്പോൾ ആൽഫ 2ൻ്റെ വാല്യൂ ആൽഫ 1 പ്ലസ് തീറ്റയോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ അതിൻ്റെ റിമോട്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വലാണ്. ദഫോർ വി ക്യാൻ റൈറ്റ് ആൽഫ 2 ഈക്വൽ ടു ആൽഫ 1 പ്ലസ് തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് ആൽഫ 1 ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ആൽഫ 2 മൈനസ് ആൽഫ 1 എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇനി നമുക്ക് തീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. അതിന് നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ ആൽഫ 2 മൈനസ് ആൽഫ 1. യൂസിങ് ട്രിഗണോമെട്രിക് ഫോർമുല ടാൻ എക്സ് മൈനസ് വൈ, ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ദഫോർ വി ക്യാൻ റൈറ്റ് ടാൻ ആൽഫ 2 minus tan alpha 1 divided by 1 plus tan alpha 2 into tan alpha 1. That is equal to m2 minus m1 by 1 plus m1 m2 അല്ലെങ്കിൽ m2 m1. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് 1 പ്ലസ് m1 m2ൻ്റെ വാല്യൂ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റയ്ക്ക് നമുക്ക് വാല്യൂ കിട്ടില്ല. ഇവിടെ ടാൻ തീറ്റയ്ക്ക് നമുക്കൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. M2 മൈനസ് M1 ബൈ 1 പ്ലസ് M1 M2. ഇനി അത് ഫൈ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ടാൻ തീറ്റയും ടാൻ ഫൈയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതായത് തീറ്റയും ഫൈയും കൂടി ആഡ് ചെയ്താൽ ലീനിയർ പെയറാണ് അല്ലേ. തീറ്റയും ഫൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ആണ്. അപ്പോൾ ഫൈയെ നമുക്ക് 180 മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഫൈ ഈക്വൽ ടു 180 മൈനസ് തീറ്റ. അവിടെയാണെങ്കിൽ ടാൻ ഫൈ കണ്ടുപിടിക്കുമ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു ടാൻ 180 മൈനസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 180 മൈനസ് എക്സ് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് മൈനസ് ടാൻ തീറ്റ. ഇനി ടാൻ തീറ്റ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മൈനസ് ഓഫ് M2 മൈനസ് M1 ബൈ 1 പ്ലസ് M2 M1. അപ്പോൾ അവിടെ മൈനസ് നമ്മൾ ന്യൂമറേറ്റർ കൊടുത്താൽ M2 മൈനസ് M1 എന്നുള്ളത് നെഗറ്റീവ് കൊടുക്കുമ്പോൾ M1 മൈനസ് M2 എന്നാവും. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2. M2 M1 M1 M2 എന്ന് എഴുതാം. അപ്പോൾ ടാൻ ഫൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്കതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും ഇതിൽ എക്യൂട്ട് ആംഗിൾ ആകുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആകുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വാല്യൂവിനെ രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എക്യൂട്ട് ആംഗിളിൻ്റെ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് തീറ്റ ഈസ് എക്യൂട്ട്, എക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ടാൻ തീറ്റ എങ്ങനെ എഴുതാം? അതായത് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ ശരിക്കും മോഡുലസ് വാല്യൂ എടുക്കണം. നമ്മൾ എടുക്കുന്ന M2 M1 വരച്ച് നോക്കാതെയാണ് നമ്മൾ സ്ലോപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ എഴുതുക. അപ്പോൾ നമുക്ക് മോഡുലസ് വാല്യൂ എടുത്താൽ
അതിൻ്റെ കൃത്യമായ എക്യൂട്ട് ആംഗിളിൻ്റെ വാല്യൂ ടാൻ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റേൻ്റെ വാല്യൂ കിട്ടിയാൽ തീറ്റ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൻ്റെ ഫോർമുല. അപ്പോൾ ഇത് ബോക്സിൽ എഴുതി വെക്കുക. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ടാൻ തീറ്റ ഈക്വൽ ടു m2 മൈനസ് m1/1 പ്ലസ് m1 m2. ഇനി കൊളീനിയാരിറ്റി ഓഫ് 3 പോയിൻറ്റ്സ്. സ്ലോപ്പിൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ച് 3 പോയിൻ്റ് എങ്ങനെയാണ് കൊളീനിയർ ആണെന്ന് പറയുന്നു. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് കൊളീനിയർ? ഇഫ് 3 പോയിൻറ്റ്സ് ലൈ ഓൺ ദി സെയിം ലൈൻ വി സേ ദാറ്റ് ദി പോയിൻറ്റ്സ് ആർ കൊളീനിയർ. ഇപ്പോൾ 3 പോയിൻ്റ് ഒരു ലൈനിൻ്റെ മേലെയാണെങ്കിൽ നമ്മൾ ആ പോയിൻറ്റ്സിനെ കൊളീനിയർ എന്ന് പറയും. കാരണം തീർച്ചയായിട്ടും 2 പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ലൈൻ തീർച്ചയായിട്ടും വരക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിൻറ്റും അതിൻ്റെ മേലെയാണെങ്കിൽ നമ്മൾ ആ 3 പോയിൻറ്റ്സിനെ കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയും. സ്ലോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ കണ്ടീഷൻ എങ്ങനെയാണ് പറയുന്നത് നോക്കുക. നമ്മൾ സ്ലോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് 3 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. യു ആർ ഗിവൺ 3 പോയിൻറ്റ്സ് ക്യാപിറ്റൽ A, capital B and capital C are given 3 points and find out the slope of AB. അപ്പം നമ്മൾ സ്ലോപ്പ് എ ബിയുടെ സ്ലോപ്പ് 2 പോയിൻ്റ് വെച്ചിട്ട് എയും ബിയും വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ഇനി വീണ്ടും ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ബിയുടെയും ബി സിയുടെയും സ്ലോപ്പുകൾ ഈക്വൽ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി ആൻഡ് സ്ലോപ്പ് ഓഫ് ബി സി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇഫ് സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് ഒരേ ലൈനിൻ്റെ മേലെയായിരിക്കും. കാരണം അത് രണ്ടും ഒരേ ലൈനിൻ്റെ സ്ലോപ്പായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഒരു ചോദ്യം വരികയാണെങ്കിൽ 3 പോയിൻറ്റ്സിൽ 2 വെച്ചിട്ട് 2 പോയിൻ്റ് വീതം വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. അതായത് സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ് എ ബി കാണുന്നു, സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ് ബി സി കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് 3 പോയിൻറ്റ്സ് എന്ത് പറയാം? കൊളീനിയർ ആണെന്ന് പറയാം. കാരണം ഇതിൽ 2 സെഗ്മെൻറ്റും കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന പോയിൻ്റ് കോമൺ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല, സ്ലോപ്പ് കാണാൻ ഏത് ഫോർമുല ഉപയോഗിക്കാം? നമുക്ക് 2 പോയിൻറ്റിൻ്റെ ഫോർമുല, അതായത് y2 മൈനസ് y1. എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ് ഇവിടെ? m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിക്കാം. അതുപോലെ സ്ലോപ്പ് ഓഫ് ബി സിയും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി, ദെൻ ദി 3 പോയിൻറ്റ്സ് ആർ കൊളീനിയർ. നമ്മളിപ്പോൾ പഠിച്ച 2 ഫോർമുല നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ 2 straight lines is given by tan theta equal to m2 minus m1/1 plus m1 m2, where m1 and m2 are the slopes of the lines. And if 3 points capital A and capital B and capital C are collinear, then slope of AB equal to slope of BC. അപ്പോൾ ഇങ്ങനെ ഫോർമുല ഒന്ന് കാര്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് ഫോർമുലകൾ വരുന്ന ചാപ്റ്ററാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ ഇൻ ദി കാർട്ടീഷ്യൻ പ്ലെയിൻ ഹൂസ് വെർട്ടിസസ് ആർ -4, 5, 0, 7, 5, -5 ആൻഡ് -4, -2. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായി നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ 2 ഡയമെൻഷണൽ പ്ലെയിനിലൊന്ന് കാർട്ടീഷ്യൻ പ്ലെയിനിലൊന്ന് വരച്ച് നോക്കാം. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ ഈ പോയിൻറ്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പോയിൻ്റ് എ -4, 5 അതിൻ്റെ പൊസിഷനിൽ കറക്റ്റായിട്ട് വരക്കുന്നു. ബി -4, -2 ആൻഡ് സി 5, -5 ആൻഡ് ഡി 0, 7. ഈ 4 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് നമ്മൾ 4 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി വരക്കുന്നു. ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ
ഏരിയ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ക്വാഡ്രിലാറ്ററലിനെ 2 ട്രയാങ്കിളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ 2 ട്രയാങ്കിളായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. ഞാനിതിൽ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. ബി ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ വരച്ചിട്ട് ഈ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിളാക്കി മാറ്റി. ഒരു ട്രയാങ്കിൾ എ ബി ഡി ആണ്, മറ്റൊരു ട്രയാങ്കിൾ ബി സി ഡി ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, രണ്ടാമത്തേൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആരുടെ ഏരിയ കിട്ടും? ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ടു, നമ്മുടെ ഫോർമുലയിൽ നിന്ന് എഴുതാം, ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിൻറ്റ്സ് എ ബി ഡി എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് എടുക്കണം. അതായത് -4 പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. -4 5, -4 -2 0 7. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഇത് x1 y1, ഇത് x2 y2, ഇത് x3 y3 ആയിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കണം, മോഡുലസ് വാല്യൂ. അപ്പോൾ അവിടെ നമ്മൾ ഫോർമുലയിൽ എഴുതിയിട്ടുണ്ട്, ഇത് മോഡുലസ് ആണ് നമ്മൾ എടുക്കുന്നത്, മൊത്തത്തിൽ ഈ സമ്മിൻ്റെ മോഡുലസ് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പേജിൽ എഴുതാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു നമ്മുടെ മോഡുലസ് ഓഫ് വാല്യൂ കിട്ടുന്നത് -4 ഇൻറ്റു -2 മൈനസ് 7 പ്ലസ് -4 ഇൻറ്റു 7 മൈനസ് 5 പ്ലസ് 0 ഇൻറ്റു 5 പ്ലസ് 2. ഇവിടെ മോഡുലസ് എടുക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു എഗെയിൻ മോഡുലസ് ഇടാം, ബ്രാക്കറ്റിന് വരെ മോഡുലസ് ഇടാം. -4 ഇൻറ്റു -9 -4 ഇൻറ്റു -9, that is -4 ഇൻറ്റു -9 പ്ലസ് -4 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു എനി നമ്പർ 0 ആണ്. മോഡുലസ് ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 36 മൈനസ് 8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 28/2. ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ. ദഫോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി. ബി സി ഡി എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്യണം. -4 -2 ബി ആണ്, 5 -5 ആണ് സി വരുന്നത്, ദെൻ 0 7 ആണ് ഡി വരുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർമുല സെയിം ആണ്. 1/2 മോഡുലസ് ഓഫ് -4 ഇൻറ്റു -5 -7 പ്ലസ് 5 ഇൻറ്റു 7 പ്ലസ് 2 പ്ലസ് 0 ഇൻറ്റു -2 പ്ലസ് 5. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് -4 ഇൻറ്റു -12 പ്ലസ് 5 ഇൻറ്റു 9 പ്ലസ് 0 ഇൻറ്റു എനി നമ്പർ 0. Therefore we get it's equal to 1/2 into modulus of 48 plus 45. ഇവിടെ കിട്ടുന്നത് 93/2 ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു 28/2 പ്ലസ് 93/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 121/2. ഇത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദി ബേസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 2a ലൈസ് അലോങ് ദി y-axis such that the midpoint of the base is at the origin. Find the vertices of the triangle. നമ്മൾ എപ്പോഴും ജോമെട്രിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ചിത്രങ്ങൾ. വരച്ച് നോക്കാം നിങ്ങൾക്ക്, അന്നേരം നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെ ഇത് തുടങ്ങേണ്ടതെന്ന്. നമുക്ക് ഇതിൻ്റെ ചിത്രം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ബേസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും
ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 2a ആണ്. അത് വൈ ആക്സിലാണ് ആ ബേസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻ്റ് ഓഫ് ദി ബേസ് ഈസ് അറ്റ് ദി ഒറിജിനിലാണ് അതിൻ്റെ മിഡ് പോയിൻ്റ് കിടക്കുന്നത്. ഫൈൻഡ് ദി വേർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ്, ട്രയാങ്കിൾ എങ്ങനെയൊക്കെ ആവാമെന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം. ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ട്രയാങ്കിൾ അതിൻ്റെ ബേസാണ് AC എന്ന് പറയുന്ന ബേസ് ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഒന്നുകിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആവാം, അല്ലെങ്കിൽ ബേസ് വൈ ആക്സിൽ വരുന്ന രീതിയിൽ ഇങ്ങോട്ടേക്കാവാം. അതിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് D പോലെ ആവാം. അപ്പോൾ ADC എന്ന് പറയുന്ന ട്രയാങ്കിളും ആവാം. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ABC എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ADC എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് ആവാം. ആ 3 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 2a ആയതുകൊണ്ട് ഇപ്പോൾ AC എന്ന് പറയുന്നത് ബേസ് ആണ്, അതും 2a ആയിരിക്കുമല്ലോ. 2a എന്ന് പറയുന്ന ബേസ് ആകുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ സൈഡ് ഒറിജിൻ മിഡ് പോയിൻ്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും A ആയിരിക്കാം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ A എന്ന് പറയുന്ന പോയിൻ്റ്, ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് ഉടനെ എഴുതാൻ പറ്റും. ക്യാപിറ്റൽ Aയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് നമുക്ക് A ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0a എന്ന് പറയുന്ന പോയിൻ്റാണ്. C എന്ന് പറയുന്ന പോയിൻറ്റിനെ നമുക്ക് 0 നെഗറ്റീവ് A എന്ന് എടുക്കാം. അപ്പോൾ 2 വെർട്ടെക്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി B എങ്ങനെ കണ്ടുപിടിക്കും? B കാണാൻ നമുക്ക് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. B കണ്ടുപിടിക്കാൻ വേണ്ടി ആ ലെങ്ത്ത് OB എന്ന് പറയുന്ന ലെങ്ത്തിനെ OB സ്ക്വയറിനെ, അല്ലെങ്കിൽ OB എന്ന് എടുക്കാം, റൂട്ട് ഓഫ് AB സ്ക്വയർ മൈനസ് OA സ്ക്വയർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ മൈനസ് A സ്ക്വയർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു OB എന്ന് പറയുന്നത് എക്സ് ആക്സിലാണ്. ആ ലെങ്ത്തിന് നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് A സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3a സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3a എന്ന് കിട്ടും. അപ്പോൾ OBയുടെ ലെങ്ത്ത് നമുക്ക് റൂട്ട് 3a എന്ന് കിട്ടി. അപ്പോൾ B എന്ന് പറയുന്ന പോയിൻറ്റിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? B എന്ന് പറയുന്ന പോയിൻറ്റ്, ദെർഫോർ B ഈസ് ദി പോയിൻറ്റ്, നമുക്ക് നോക്കാം, ചിത്രത്തിൽ നോക്കാം. B എന്ന് പറയുന്ന പോയിൻറ്റ്, ഈ ദൂരമാണ് നമുക്ക് റൂട്ട് 3a എന്ന് കിട്ടുന്നത്. അപ്പോൾ റൂട്ട് 3a എന്ന് പറയുന്ന ദൂരമാണ് ഈ Bക്ക് കിട്ടുന്നത്, റൂട്ട് 3a. അപ്പോൾ റൂട്ട് 3a എന്ന് പറയുന്ന ദൂരം എടുക്കുമ്പോൾ ആ പോയിൻറ്റ് B എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് കോർഡിനേറ്റ് റൂട്ട് 3a ആയിരിക്കും, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു സാധ്യത നമുക്ക് കിട്ടി. ഒരു പോയിൻറ്റ് A എന്ന് പറയുന്ന പോയിൻറ്റ് 0a, B എന്ന് പറയുന്ന പോയിൻറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് റൂട്ട് 3a 0, C എന്ന് പറയുന്ന പോയിൻറ്റ് 0 നെഗറ്റീവ് A ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ Dയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ പറയാം? ഇത് റൂട്ട് 3a 0 ആണെങ്കിൽ D എന്ന് പറയുന്നത് നെഗറ്റീവ് റൂട്ട് 3a ആയിരിക്കും. അപ്പോൾ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും, Dയുടെ കോർഡിനേറ്റ്സ്, ദെർഫോർ D ഈസ് നെഗറ്റീവ് റൂട്ട് 3a 0. അപ്പം 2 പോസിബിലിറ്റിയാണ്. Bക്ക് ഒന്നുകിൽ B റൂട്ട് 3a 0 ആവാം തേർഡ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ D ആവാം, അതായത് നെഗറ്റീവ് റൂട്ട് 3a 0. അപ്പോൾ ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് A, B, C ആവാം, അല്ലെങ്കിൽ ഓർ A, D, C ആവാം, ADC ആവാം. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ ഒന്നുകിൽ ABC എന്നുള്ള 3 കോർഡിനേറ്റ്സ്, അല്ലെങ്കിൽ ADC എന്ന് പറയുന്ന 3 കോർഡിനേറ്റ്സ് ആവാം. അപ്പോൾ ചിത്രങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ചിത്രങ്ങൾ വരക്കാം. ഇവിടെ ഈ വരച്ചിട്ടുള്ള ചിത്രം കൃത്യമായിട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് വരുന്ന രീതിയിലല്ല ചിത്രമുള്ളത്. കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഇത് റഫ് ഫിഗറാണ്. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ ഈ AC എന്ന് പറയുന്ന സൈഡിന് ലെങ്ത്ത് അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് ഏകദേശം കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ നിങ്ങൾക്ക് വരക്കാം. റഫ് ഫിഗർ ആയതുകൊണ്ടാണ്, മെഷർ നമ്മൾ കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ ക്വാഡ്രിലാറ്ററൽ
ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ റഫ് ഫിഗറാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമതൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് എ പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദി പോയിൻറ്റ്സ് 7, 6 ആൻഡ് 3, 4. എക്സ് ആക്സിലൊരു പോയിൻ്റ് 7, 6 നിന്നും 3, 4 നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ളൊരു പോയിൻ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിലുള്ളൊരു പോയിൻ്റ്, ഒരു ജനറൽ പോയിൻ്റ്, എക്സ് ആക്സിലാകുമ്പോൾ നമുക്കറിയാം y കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോയിൻ്റ് ജനറലായിട്ട് എടുക്കുന്നു. ലെറ്റ് എക്സ് ആക്സിലാകുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് എന്ന് എടുക്കാം, y കോർഡിനേറ്റ് 0 എന്ന് എടുക്കാം. അപ്പോൾ ലെറ്റ് x0 ബി ദി പോയിൻ്റ്. അപ്പോൾ എക്സ് ആക്സിലുള്ള പോയിൻറ്റിനെ നമുക്ക് x0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 7, 6 നിന്നും 3, 4 നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റിനെ നമുക്ക് പി എന്ന് എടുക്കാം. തന്നിട്ടുള്ള രണ്ട് പോയിൻറ്റ്സിനെ എ 7, 6 എന്ന് എടുക്കാം, ബി എന്ന് പറയുന്നത് 3, 4 എന്ന് എടുക്കാം. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ദൂരമാണെങ്കിൽ എ പി ഈക്വൽ ടു ബി പി ആയിരിക്കും, കാരണം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുന്നു, പ്ലസ് 0 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ഹോൾ സ്ക്വയർ. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. നമുക്ക് റൂട്ട് പോക്കാൻ വേണ്ടി സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് -6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് -4 ഹോൾ സ്ക്വയർ. Therefore x minus 7 whole square plus 36 equal to x minus 3 whole square plus 60. x minus 7 whole square plus 36ൽ x minus 7 whole squareനെ നമ്മൾ a minus b whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ x minus 3 whole squareനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് x സ്ക്വയർ മൈനസ് 14x plus 49 plus -6 square is 36 equal to x square minus 6x plus 9 plus 60. Therefore x square and x square get cancelled. Minus 14x plus 49 plus 36 is 85 equal to minus 6x plus 25. നമ്മൾ -14xും കൂടെ -6xനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ +6x ഈക്വൽ ടു 85 റൈറ്റിലേക്ക് എടുക്കുന്നു, -85 പ്ലസ് 25 ദാറ്റ് ഈസ് -8x ഈക്വൽ ടു -60. Therefore x is equal to -60 by -8. It is equal to 15/2. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എക്സിനെ കിട്ടുന്നത് 15/2 ആണ്. അപ്പോൾ ഏതായിരിക്കും പോയിൻ്റ്? therefore our point is the point is x0 നമ്മൾ എടുത്തത് 15/2, 0. therefore this is the point on the x-axis which is equidistant from the point 7, 6 and 3, 4. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. Find the slope of the line passing through the points 3, -2 and 7, -2. രണ്ട് പോയിൻ്റ് തന്നിട്ടുണ്ട് ലൈനിൻ്റെ മുകളിലുള്ള. അതിൻ്റെ സ്ലോപ്പ് കാണാനാണ് പറയുന്നത്. ഏതാ ഫോർമുല ഉപയോഗിക്കുക നമ്മളിവിടെ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല m is equal to y2 minus y1 by x2 minus x1. That is equal to y2 എന്ന് പറയുമ്പോൾ -2 മൈനസ് y1 -2, നെഗറ്റീവ് ഓഫ് -2 divided by x2 minus x1, 7 minus 3. That is equal to -2 plus 2 divided -2 plus 2 divided by 7 minus 3 is equal to 4. Therefore, -0 by 4, that is equal to 0. Therefore, slope is equal to 0. Therefore, find the slope of the line passing through the points 3, -2 and 7, -2 is equal to 0. സ്ലോപ്പ് 0 ആവുക എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്തായിരിക്കും?
0 അല്ലെങ്കിൽ പൈ ആണ് വരിക. അപ്പോൾ അവിടെ ലൈൻ എക്സ് ആക്സിന് പാരലൽ ആയിരിക്കുന്നു അതിൻ്റെ അർത്ഥം. അതായത് സ്ലോപ്പ് 0 ആവുന്നത് എക്സ് ആക്സിന് പാരലൽ ആയിരിക്കുമ്പോഴാണ് ലൈനിൻ്റെ സ്ലോപ്പ് 0 ആവുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് പാസസ് ത്രൂ ദി ഒറിജിൻ ആൻഡ് ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് P0, -4 ആൻഡ് Q80. അതായത് ഒറിജിനിലേക്ക് കൂടിയും മറ്റൊരു പോയിൻ്റ് പറയുന്നത് ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയും പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒറിജിൻ ഒരു പോയിൻ്റായിട്ട് എടുക്കാം, ലൈനിൻ്റെ മേലെയുള്ളത്. മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് PQവിൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ PQവിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാലേ നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മിഡ് പോയിൻ്റ് ഓഫ് PQ കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് ഓഫ് PQ, മിഡ് പോയിൻ്റ് ഫോർമുല എന്തായിരുന്നു? x1 + x2/2, y1 + y2/2. ഇതാണ് മിഡ് പോയിൻ്റ്. അപ്പോൾ മിഡ് പോയിൻ്റ് കാണേണ്ടത് PQവിൻ്റെയാണ്. അപ്പോൾ Px1 y1 എന്നും Qx2 y2 എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിഡ് പോയിൻ്റ് കിട്ടുന്നത് 0 + 8/2, -4 + 0/2. That is equal to 8/2 is 4, -4/2 is -2. അപ്പോൾ മിഡ് പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു പോയിൻ്റ് മിഡ് പോയിൻറ്റും മറ്റേ പോയിൻ്റ് ഒറിജിനുമാണ്. അപ്പോൾ നമുക്ക് എഴുതാം therefore slope of the line is equal to, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഫോർമുല y2 - y1/x2 - x1 എന്നുള്ള ഫോർമുലയാണ്. അവിടെ ഉള്ള y2 എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ മിഡ് പോയിൻ്റ്, ഒറിജിനാണ് ഒന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ y2 എന്ന് പറയുമ്പം -2 -0 -2 -0 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുമ്പോൾ 4 ആണ്, 4 - 0. Therefore it is equal to -2/4. It is equal to -1/2. അപ്പോൾ സ്ലോപ്പ് കിട്ടി, -1/2 ആണ് അതിൻ്റെ സ്ലോപ്പ് ഓഫ് ദി ലൈൻ.